വിശദാംശങ്ങൾ കൂടി നൽകേണ്ടതുണ്ട്. വിവാദങ്ങൾക്കിടയിൽ എമ്പുരാന്റെ റീ എഡിറ്റഡ് പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തുകയാണ്. സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കിയാൽ ഉച്ചയ്ക്ക് ശേഷം പ്രദർശനം നടത്തും. സൂര്യ, ഗുജറാത്ത് കലാപം സംബന്ധിച്ച ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ വില്ലൻ കഥാപാത്രത്തിന്റെ പേരും ഉൾപ്പെടെ 17 ഭാഗങ്ങളാണ് റീ എഡിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. രാഷ്ട്രീയ വിവാദങ്ങളും അങ്ങനെ പുകയുന്നുണ്ട്. ഇനിയും ഇത് കൂടുതൽ കടുക്കും എന്ന് തന്നെ പറയാൻ സാധിക്കുമല്ലേ ഈ വിവാദങ്ങളെല്ലാം? ചില സാങ്കേതിക കാരണങ്ങളാലാണ് ഇന്നലെ ഇറങ്ങേണ്ട പുതിയ റീ എഡിറ്റഡ് പതിപ്പ് അത് ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. എന്നിരുന്നാലും ഇന്ന് രാവിലെ മുതൽ തന്നെ തിയേറ്ററുകളിൽ പുതിയ പതിപ്പ് പ്രദർശനത്തിന് എത്തും എന്നുള്ള വിവരമാണ് ആദ്യഘട്ടത്തിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വൈകും എന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയുന്നത്. ഉച്ചയോടുകൂടി മാത്രമേ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ളതാണ്. അത് ചില സാങ്കേതിക കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അത്തരം കാലതാമസം ഉണ്ടാവുന്നത്. ഈ റീ എഡിറ്റഡ് പതിപ്പ് അത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്ലോഡിങ്ങിന് ശേഷം മാത്രമേ അത് തിയേറ്ററുകളിലേക്ക് കൈമാറുകയും തിയേറ്ററുകൾക്ക് പ്രദർശിപ്പിക്കാൻ കഴിയുകയും ഒക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള സാങ്കേതിക കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാവിലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉച്ചയോടുകൂടി തന്നെ തിയേറ്ററുകളിലേക്ക് എമ്പുരാന്റെ റീ എഡിറ്റഡ് പതിപ്പ് പ്രദർശനത്തിനായിട്ട് എത്തും എന്നുള്ളത് തന്നെയാണ്. ഈ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുൻപേ എമ്പുരാൻ സിനിമ കാണാനുള്ള ഒരു തിരക്ക് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും 17 ഭാഗങ്ങൾ വെട്ടിമാറ്റിക്കൊണ്ടാണ് റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ചിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട്. ബജ്രംഗി എന്നതായിരുന്നു വില്ലൻ കഥാപാത്രത്തിന്റെ പേര്. അത് വലിയ വിവാദമാവുകയും രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബജ്രംഗി എന്ന പേര് മാറ്റി വില്ലന് ബൽരാജ് എന്ന പേരാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് അത്തരത്തിൽ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റുമ്പോൾ ആ വില്ലൻ കഥാപാത്രത്തിന്റെ പേര് വന്നിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തന്നെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ 18 ഭാഗങ്ങൾ വീണ്ടും ഡബ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, NIA-യുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ലോഗോ മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്ന്, വില്ലൻ കഥാപാത്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ വിളിക്കുന്ന ഒരു സീന് ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റിയിട്ടാണ് റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. അതായത് വിവാദം സൃഷ്ടിച്ച് വലിയ വിമർശനങ്ങൾ ഉയർത്തി റീ എഡിറ്റഡ് വേണം എന്നാവശ്യപ്പെട്ടവരെ പൂർണ്ണമായിട്ടും തൃപ്തപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമയായിട്ട് എമ്പുരാനെ വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ എമ്പുരാന് മേലെ നിലനിൽക്കുന്ന വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇതോടുകൂടി ഒരു വിരാമമാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് തിയേറ്ററുകളിലേക്ക് എത്താനാണ് ഇനിയിപ്പോൾ ചെറിയ കാലതാമസമുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ റീ എഡിറ്റഡ് എമ്പുരാന്റെ പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തുമെന്നുള്ളതാണ്. ഈ വിവാദ ചർച്ചകളൊക്കെ തന്നെ അതിന്റെ ഏറ്റവും പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോഴും 200 കോടി ക്ലബിൽ എമ്പുരാൻ ഇതിനോടകം തന്നെ ഇടം നേടിക്കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ കൂടിയാണ് ലഭിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ മറ്റ് പല വിമർശനങ്ങളും ചിത്രത്തിന് എതിരെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതാണ്. ചിത്രം വരാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു ഇതിനു മുമ്പ് എങ്കിൽ ചിത്രം വന്നതിന് ശേഷമുള്ള വിമർശനങ്ങളും വിവാദങ്ങളുമാണ് ഇപ്പോൾ അതിന്റെ കൊടുമ്പിരിയിൽ കൊണ്ടു നിൽക്കുന്നത്. എന്തായാലും റീ എഡിറ്റഡ് പതിപ്പ് പ്രദർശനത്തിന് എത്തുന്നതോടുകൂടി ഭൂരിഭാഗം വിമർശനങ്ങളും ഒരു പരിധിവരെ കുറഞ്ഞേക്കും എന്നുള്ളതാണ് ഈ ചലച്ചിത്ര ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളവരുടെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്. എന്തായാലും ഇന്നലെ എത്തേണ്ടതായിരുന്നു. അതിന് ഇന്നിപ്പോൾ ഉച്ചയോടുകൂടി തന്നെ റീ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനായി എത്തും. അതിന് മുൻപ് തന്നെ ഈ എഡിറ്റ് ചെയ്യാത്ത എമ്പുരാൻ സിനിമ കാണുന്നതിന് വേണ്ടിയുള്ള തിരക്ക് തിയേറ്ററുകളിൽ നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുമുണ്ട്. ശരി സൂര്യ, റീ എഡിറ്റഡ് എമ്പുരാൻ ഉച്ചയോടുകൂടി തിയേറ്ററുകളിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.